ഇന്ന് മനുഷ്യന് ഉള്ളു തുറന്ന് ചിരിക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് UDFിൻ്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള പന്തളത്തോട്ടുള്ള യാത്രയാണ്. ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു സമരം കണ്ടിട്ട് ആൾക്കാർ ചിരിക്കുന്നത്. പക്ഷെ രണ്ടാമതൊരു കൊടി പിടിക്കണം എന്നുണ്ടെങ്കിൽ ജീതവരാജന്റെ പാർട്ടിക്ക് കേരളത്തിൽ രണ്ടാമത്തെ ആളില്ലാന്നേ. ഒരു ഘോഷയാത്ര നടത്തുന്ന രീതിയിലാണ് പോകുന്നത്, അല്ലാതെ ഒരു സമര പ്രഖ്യാപനത്തിന്റെ വിളംബര ജാതിയായിട്ട് തോന്നുന്നില്ല. കോമഡിയൻ സംഘത്തെ വെച്ചിട്ട് UDF എന്ത് കാണിക്കാനാണ് പോകുന്നത് 2026? അയ്യപ്പനെ സംരക്ഷിക്കാൻ സുഡാപ്പികൾ അതിനകത്ത് ഇങ്ങനെ പരിപാടി സംഘടിപ്പിച്ച UDFന് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നന്ദി പറയുകയാണ് വേണ്ടത്. കേരള പൊതുസമൂഹത്തിന് വേണ്ടിയിട്ട് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തും. രാജുഭായ് നമസ്കാരം. നമസ്കാരം. ഇന്ന് ഇത് നമുക്ക് ചിരിക്കാതിരിക്കാൻ വയ്യാത്തൊരവസ്ഥയുണ്ട്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് 4 മേഖലകളായിട്ട് തിരിച്ച് KPCCയുടെ നേതൃത്വത്തിൽ വിശ്വാസ സംരക്ഷണ ജാഥ നടത്തുകയായിരുന്നു. ഇന്നലെ അത് ചെങ്ങന്നൂരിൽ സമാപിക്കുന്നു. അതിനുശേഷം ഇന്ന് ചെങ്ങന്നൂരിൽ നിന്നും പന്തളത്തേക്ക് പദയാത്ര പോവുകയാണ്. അത് UDFിൻ്റെ നേതൃത്വത്തിലാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മണ്ണും ചാരി എന്നവൻ പെണ്ണും കൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. പക്ഷേ അവിടെ കണ്ട ചില കൊടികൾ നമുക്ക് നൽകുന്ന സൂചന എന്താണ്? അല്ല, ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ചിരിയല്ല വരുന്നത്. കാരണം നാട്ടിലെ മിമിക്രി കലാകാരന്മാർ അതേപോലെ തന്നെ ഹാസ്യ താരങ്ങൾക്കൊക്കെയുള്ള തൊഴിൽ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തും. ഇപ്പോൾ ബഡായി ബംഗ്ലാവ് തുടങ്ങിയിട്ടുള്ള അങ്ങനെയുള്ള വിവിധ പ്രോഗ്രാമുകളുണ്ട്. നമ്മുടെ ചാനലുകൾക്കകത്തുള്ള കോമഡി പ്രോഗ്രാമുകളൊന്നും ആൾക്കാർ കാണത്തില്ല. ഇന്നിപ്പോൾ ഏത് ചാനലിനകത്ത് അതൊന്നും വിട്ടു കഴിഞ്ഞാൽ ആൾക്കാർ കാണത്തില്ല. ആൾക്കാർ ഇന്ന് മനുഷ്യന് ഉള്ളു തുറന്ന് ചിരിക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് UDFിൻ്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള പന്തളത്തോട്ടുള്ള യാത്രയാണ്. കാരണം ഇത്രയും സമീപകാല കേരളത്തിൽ ഇത്രയും മികച്ച ഒരു കോമഡി പ്രോഗ്രാം അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല. പണ്ട് KPSCക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ കാലത്ത്, പിന്നെ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാലത്ത് KPSC നാടക സമിതി ഉണ്ടായിരുന്നു. പിന്നെ പലപ്പോഴും നമുക്ക് ഇവരുടെ പരിപാടിയെ കാണുമ്പോഴെല്ലാം KPCC നാടക സമിതിയാണ്. അത് മഷി ഒഴിക്കുന്നു, മൂക്കിൻ്റെ പാലം പോകുന്നു, മറ്റേ പാലം തകരുന്നു തുടങ്ങിയിട്ടുള്ള എല്ലാ കലാപരിപാടികളും നമ്മൾ പലതരത്തിലുള്ള കലാപരിപാടികൾ KPCC നാടക സമിതി എന്നുള്ള രീതിയിൽ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ KPCC നാടക സമിതിയിൽ ഇപ്പോൾ അംഗങ്ങളുടെ എണ്ണം കൂടുതലായതുകൊണ്ട് അവർക്കിപ്പോൾ എവിടെയും നാട്ടിൽ പ്രോഗ്രാം അവതരിപ്പിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ വലിയ 2-3 ബസ് വിളിക്കണം. അത്രയായി ഇപ്പം തന്നെ. ഇനി സെക്രട്ടറിമാർ വരാനിരിക്കുന്നുണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആളുകൾക്ക് ഒരു സമരം കണ്ടിട്ട് ആൾക്കാർ ഇങ്ങനെ ചിരിക്കുന്നത് ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു സമരം കണ്ടിട്ട് ആൾക്കാർ ചിരിക്കുന്നത്. അതിനകത്ത് നേതൃത്വം നൽകുന്ന കോൺഗ്രസ് പാർട്ടിയുടെ കൊടി എവിടെയാണെന്നുള്ളത് വല്ല ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വെച്ച് നമ്മൾ സൂം ചെയ്ത് നോക്കിയിട്ടൊന്നും കാണുന്നില്ല. ഫോണിനകത്ത് കാണുന്നിട്ടും TVക്കകത്ത് നോക്കിയാലും നമുക്ക് കാണത്തില്ല. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വെച്ചിട്ടൊക്കെ നോക്കേണ്ടി വരും. കാരണം അത്ര വലിയ, അല്ലെങ്കിൽ ചന്ദ്രനെയൊക്കെ നോക്കാൻ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പ് ഉണ്ടല്ലോ, അത് വേണം. എന്നാലേ അതിനകത്ത് UDFിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിൻ്റെ കൂടി കാണാൻ പറ്റുള്ളൂ. മുസ്ലിം ലീഗിൻ്റെ കൂടി പിന്നെ UDFിൻ്റെ റാലി ആണെങ്കിലും അതിനകത്ത് ഇനി കാണുന്നില്ല. കാരണം മുസ്ലിം ലീഗിന് പയ്യപ്പനെ സംരക്ഷിക്കുന്ന പണി അവരെ ഏറ്റെടുക്കാത്തതുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. പിന്നെ അതിനകത്ത് കാണാനുള്ള പാർട്ടി എന്ന് പറഞ്ഞാൽ ഫോർവേഡ് ബ്ലോക്കിൻ്റെ കൊടി ജി ദേവരാജൻ്റെ. ഇത് പിടിക്കാൻ ഒരു കൊടിയാണെങ്കിൽ മനസ്സിലാക്കാം ജി ദേവരാജൻ പിടിച്ചെന്ന് പറയാം. പക്ഷെ രണ്ടാമതൊരു കൊടി പിടിക്കണം എന്നുണ്ടെങ്കിൽ ജീതവരാജന്റെ പാർട്ടിക്ക് കേരളത്തിൽ രണ്ടാമത്തെ ആളില്ലാന്നേ. ആകെ ഈ ജീതവരാജൻ മാത്രമേ ഉള്ള പാർട്ടിക്കകത്ത് ഒറ്റ അംഗം പുള്ളിയെ അഖിലേന്ത്യാ നേതാവ്. എന്റെ സംശയം അറിയോ, നമ്മൾ തന്നെ ഈ പാർട്ടിയുടെ ഒക്കെ പേര് പറഞ്ഞ് ജനങ്ങളെ ഈ പാർട്ടി അറിയിക്കേണ്ട കാര്യമുണ്ടോ? അല്ല, അതിനകത്ത് പിന്നെ RMPയുടെ കൊടി, അത് പിന്നെ RMPക്ക് കുറച്ച് പേരൊക്കെ അവിടുന്ന് വന്ന് കാണും. കാരണം CPMനകത്ത് കമ്മ്യൂണിസം ഇല്ല എന്ന് പറഞ്ഞിട്ട് കമ്മ്യൂണിസത്തിൽ നിന്ന് വഴിമാറുന്നു എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ RMP ഉണ്ടാക്കിയത്. ഈ കമ്മ്യൂണിസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ കൃത്യമായിട്ട് മാർക്സും എംഗൽസും പറഞ്ഞിട്ടുള്ളതാണ്. മാർക്സ് ഷുഡ് ബി എ കമ്മ്യൂണിസ്റ്റ് ഷുഡ് ബി എ എത്തിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. നിരീശ്വരവാദിയായിരിക്കണമെന്നാണ് പറയുന്നത്. പക്ഷെ അതൊന്നും പ്രായോഗികമാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. RMPയുടെ കൂടി പാലായിലെ ഒരു ഉയരം കൂടി അച്ചാനായിട്ടുള്ള വോളിബോൾ താരം നമ്മുടെ അവിടുത്തെ MLA ആയിരുന്നു മാണി സി കാപ്പൻ്റെ NCK എന്ന് പറഞ്ഞിട്ടുള്ള കൂടി. NCK ഇത്രയും കുടി പിടിക്കാൻ ആൾക്കാരുണ്ടെന്നുള്ളത് കാരണം ഭയങ്കര രസമാണ്. ഞാൻ പറയുന്നത് പലരിടത്തും പോയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ മീഡിയക്കാർക്ക് ബൈറ്റ് എടുക്കാൻ ബുദ്ധിമുട്ട് വരും. ബൈറ്റ് എടുക്കാൻ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഹിന്ദി അറിയണം, അല്ലെങ്കിൽ ബംഗാളി അറിയണം. അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ ചോദ്യം ചോദിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ കുറേ കാലങ്ങളായിട്ട് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മലയാളം പിടിച്ചിട്ടുണ്ടായിരിക്കും. ഇതാണിപ്പോൾ കാണാൻ പറ്റുന്നത് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ. CMPയുടെ കൂടിയുണ്ട്. CMPക്ക് പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടെന്ന് പറയാം. പിന്നെ ഒന്നും അല്ലെങ്കിൽ CMPക്ക് കേരളത്തിൽ ഇന്ന് UDFിനകത്തെ ഏറ്റവും പിന്നെ പ്രഗത്ഭനായ ഒരു നേതാവുണ്ടെന്ന് പറയാം. അത് CP ജോണിനെ കുറിച്ച് നമ്മളെല്ലാം റെസ്പെക്ട് ചെയ്യും. എല്ലാ മനുഷ്യരും പാർട്ടിക്ക് അതീതമായിട്ട് റെസ്പെക്ട് ചെയ്യുന്ന ആളാണ്. അത് അദ്ദേഹത്തിൻ്റെ കപ്പാസിറ്റി കൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പിന്നെ അത് മാത്രമല്ല പാർലമെന്ററി സാമൂഹികയല്ല എന്നുള്ളതുകൊണ്ട്. അപ്പോൾ ഇതിനകത്ത് പിന്നെ ജോസഫ് ഗ്രൂപ്പിൻ്റെ കൂടി. അപ്പോൾ ഇതെല്ലാം കൂടിയാണ് കാണാനുള്ളത്. വളരെ രസകരമായ ഒരു കൂട്ടായ്മയായിട്ട് കാണുന്നുണ്ട്. ഒരു കലാപരിപാടി, അതായത് അവർ നടത്തുന്ന രീതി തന്നെ ആലോചിച്ച് നോക്കിയേ. ഒരു ഘോഷയാത്ര നടത്തുന്ന രീതിയിലാണ് പോകുന്നത്, അല്ലാതെ ഒരു സമര
നയപ്രഖ്യാപനത്തിന്റെ വിളംബര ജാതിയായിട്ട് തോന്നുന്നില്ല, ഒരു സംരക്ഷണ ജാതിയായിട്ട് തോന്നുന്നില്ല. മുദ്രാവാക്യങ്ങളില്ല, ആകെ കൂടെ പിന്നെ അങ്ങോട്ട് പോവുക തന്നെ. കൊടി എങ്ങനെ മാധ്യമങ്ങളുടെ മുമ്പിൽ എത്ര എന്റെ മുഖം എന്റെ ഫിഗർ നേരിട്ടില്ലേ അല്ല പക്ഷെ എന്ന് പറഞ്ഞ മാതിരി എന്റെ കൊടി ഈ കൊടി ഫ്രണ്ടിൽ കാണണം. ഈ കൊടികൾ തമ്മിലുള്ള ഒരു ഇടി കാണുന്ന ആദ്യമായിട്ടല്ലേ? അതെ, ഞാൻ പറഞ്ഞതിനകത്ത് അവിടെ അപ്രസക്തമാകുന്ന കോൺഗ്രസിന്റെ കൂടി കാണാനില്ലെന്ന്, ലീഗിന്റെ കൂടി ഇല്ല. ലീഗ് UDF-ന്റെ ഭാഗമല്ലാതായി മാറിയോന്ന് എനിക്കറിയത്തില്ല. UDF-ന്റെ സമരം എന്ന് പറഞ്ഞാൽ UDF-ലെ രണ്ടാം കക്ഷി ലീഗാ, UDF-ലെ ഏറ്റവും പ്രബലമായ കക്ഷിയും ലീഗ് തന്നെ. ആകെ ആളുള്ള 2 പാർട്ടി UDF-ലുള്ളൂ. അതിലൊന്ന് കോൺഗ്രസ്, 2 മുസ്ലിം ലീഗും ആണെന്ന്. അതിനുശേഷം ഈ യൂത്ത് കോൺഗ്രസിന്റെ കുറച്ച് പയ്യന്മാരൊക്കെ ഓടി വന്നിട്ട് പറയുന്നത് എടാ കൊടി മാറ്ററ എന്ന് പറയുന്നുണ്ട്. കാരണം അവർ നോക്കുമ്പോഴത്തേക്ക് അവർ പൈസ മുടക്കി പിള്ളേരെ എല്ലായിടത്തു നിന്നും യൂത്ത് കോൺഗ്രസ്സുകാരെ ഇറക്കിയേക്കുന്നു. അതിനുശേഷം ഇത് കൊടി വന്ന് ഫ്രണ്ടിൽ ഒരു വെട്ടുവത്ത് കൊടിയായിട്ട് കുറെ ആളുകൾ, ഇവരാരാന്ന് പോലും അറിയത്തില്ല അവർക്ക്. അല്ല, അദ്ദേഹം പറഞ്ഞത് നിയമസഭാ സീറ്റിലേക്ക് എടുക്കുമ്പോൾ മുന്നണിക്കകത്തെ സീറ്റ് വിഭജനം വരുമല്ലോ, സീറ്റ് വിഭജനം മുമ്പിൽ കണ്ടിട്ടാണ് ഈ RMPയും. കാരണം RMPക്ക് ഇനിയിപ്പോൾ വടകര അല്ലാതെ ഒരു സീറ്റ് കൂടെ ചോദിക്കണം. അതേപോലെ തന്നെ പിന്നെ ജോസഫിന് കഴിഞ്ഞ തവണ മത്സരിച്ച സീറ്റെല്ലാം കിട്ടത്തില്ലെന്നുള്ള അവസ്ഥ അറിയാം. അപ്പൊ UDF-നകത്ത് പിന്നെ ദേവരാജൻ എവിടെങ്കിലും അത് ജില്ലാ പഞ്ചായത്തിലോട്ടായാലും മതി എന്നുള്ള അവസ്ഥയിലെത്തിന്ന് ഇപ്പൊ അവസാനം കേൾക്കുന്നത്. ഇപ്പൊ നിയമസഭാ സീറ്റൊക്കെ വിട്ടെന്ന് തോന്നുന്നു. പിന്നെ കൊല്ലം ജില്ലയിൽ എവിടെയെങ്കിലും ജില്ലാ പഞ്ചായത്തിലോട്ടായാലും മതി എന്നുള്ളതാ. അവസാനം പറഞ്ഞ് പഞ്ചായത്ത് മെമ്പർ ആയാലും മതി എന്നുള്ള അവസ്ഥയ്ക്ക് എത്തുമെന്ന് എനിക്ക് അറിയത്തില്ല. ജോണിന്റെ ഒരു ഭാരതീയ ജനതാദൾ ഉണ്ടായിരുന്നു, അതിന്റെ കൊടി മാത്രം അവിടെ കാണാനുണ്ടായിരുന്നില്ല. എനിക്ക് ജോണിനെ ഒന്നും അറിയത്തില്ല. സാധാരണ ഈ ജോണിന്റെ കൊടിയാണ് എല്ലാ 2 ഈ UDF-ന്റെ പ്രധാനപ്പെട്ട പരിപാടികളിൽ ഏറ്റവും കൂടുതലായിട്ട് കൊടി വീശുന്ന പാർട്ടികൾ. ഒന്ന് ഫോർവേഡ് ബ്ലോക്കാണ്, അവരുടെ അണികളൊന്നും ഉണ്ടാകത്തില്ല, പക്ഷെ അവരുടെ വലിയ കൊടി എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 100x100 സൈസിൽ 2 കൊടി അടിക്കും. ആ 2 കൊടി അടിച്ചിട്ട് അത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഇങ്ങനെ അങ്ങോട്ട് വീശും. ഇതിനൊക്കെയുള്ള ഒരു തൊലിക്കട്ടി എന്ന് പറയുന്നത് അപാരമല്ലേ? ചില പാർട്ടികൾ അതിനകത്ത് അവരുടെ പാർട്ടിയുടെ പേരെഴുതിയതുകൊണ്ടാണ് ഈ കൊടി മനസ്സിലായിട്ടുള്ളത്. എനിക്കിപ്പോൾ കേരളത്തിൽ അറിയാവുന്ന കൊടികൾ എന്ന് പറഞ്ഞാൽ CPM-ന്റെയും CPI-യുടെയും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ്, മുസ്ലിം ലീഗ്, കോൺഗ്രസ് CPI-യുടെ ഞാൻ പറഞ്ഞു, BJP ഇങ്ങനെയുള്ള തുടങ്ങിയ കുറച്ച് പാർട്ടികളുടെ കൊടി എനിക്കറിയത്തുള്ളൂ. കൊടിയുടെ ചിഹ്നങ്ങൾ കണ്ടിട്ട് എനിക്കറിയാൻ പറ്റുന്നത്. മറ്റേത് അവർ ആ പാർട്ടിയുടെ പേരെഴുതി വെച്ചാൽ അറിയുന്ന പാർട്ടികളാണ് അറിയാം. ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ ഏതോ ഒരു ജോൺ പറഞ്ഞല്ലോ, എനിക്ക് CPI അറിയാം, പക്ഷേ മറ്റേ ജോണിനെ എനിക്കറിയത്തില്ല. പണ്ട് ജോൺ ഫെർണാണ്ടസ് ഉണ്ടായിരുന്നു, DYF-യുടെ നേതാവ്, PT ജോണോ അങ്ങനെ എന്തോ ഒരു നേതാവ് ഉണ്ടായിരുന്നു. ഈ ജോണിൻ്റെ ഒന്നും എനിക്കറിയത്തില്ല. ഒന്നാമത് എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ എൻ്റെ അറിവ് കുറവുകൊണ്ടാണ്. കാരണം നമ്മൾ 3.5 കോടി മലയാളികളിൽ എല്ലാ ആളുകളെയും അറിയാതിരിക്കുക എന്നത് എൻ്റെ കുഴപ്പം തന്നെയാണ്, സ്വാഭാവികമായിട്ട്. ആ കൂട്ടത്തിലെ ഈ കോമഡിയൻ സംഘത്തെ വെച്ചിട്ട് UDF എന്ത് കാണിക്കാനാണ് പോകുന്നത് 2026? അല്ല, ഇതിനകത്ത് ഇപ്പം ആളുടെ എണ്ണം കൂട്ടാൻ വേണ്ടി സുഡാപ്പികളും മൗദ്യൂദികളും കയറി കൂടിയെന്നേ. ആര്? അയ്യപ്പനെ സംരക്ഷിക്കാൻ സുഡാപ്പികൾ അതിനകത്ത് ഇത് വേറെ കൊടിയും പിടിച്ചിട്ട് കയറിയിരിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമരം വിജയിച്ചു എന്നുള്ളത് വരുത്തേണ്ടതും ഷാഫിയുടെ സ്ഥിതി സുരക്ഷിതമാക്കേണ്ടതും ഒക്കെ അവരുടെ ആവശ്യമാണ്. ഷാഫിയുടെ ബാർഗൈനിങ് കപ്പാസിറ്റി കൂട്ടണ്ടേ. അതിനുവേണ്ടി ഷാഫി പറഞ്ഞിട്ട് അവരെയും കൊണ്ട് നടക്കിയിട്ടുണ്ട്. പിന്നെ അവരുടെ കൊടിയും പിടിച്ചിട്ട് വന്നില്ലെന്ന് തോന്നുന്നു. ഇവിടെ പാലക്കാട് ബൈ ഇലക്ഷനിൽ ഒക്കെ വന്നാണ് അവരവരുടെ കൊടി പിടിച്ചിട്ടാണ് വന്നത്. അപ്പം ജമാഅത്ത് ഇസ്ലാമിക്കാർ, അതായത് സുഡാപ്പികൾ, മൗദൂദികൾ, അതേപോലെ ഈ കൊടിയും പിടിച്ച് രംഗത്ത് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസകരമായിട്ടുള്ള, പക്ഷേ ഇതൊരു മാനവികതയുടെ മഹാസന്ദേശമാണ് നൽകുന്നതെന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ മഞ്ചേരിയിൽ വെച്ച് 1992 മഞ്ചേരി മാർക്കറ്റിൽ വെച്ച് അയ്യപ്പ ഭക്തനായി എന്നൊറ്റ കാര്യത്തിൽ കറുത്ത മുണ്ടെടുത്തു എന്നുള്ളതിൻ്റെ പേരിൽ ഒരു ചെറുപ്പക്കാരന് CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന പിന്നെ അന്തരിച്ചു പോയ ദാസേട്ടൻ്റെ കറുത്ത മുണ്ടെടുത്ത് കൊടുത്തു എന്നുള്ളതിൻ്റെ പേരിൽ മർദ്ദിക്കുകയും അതിൻ്റെ പേരിൽ അവരെ മുസ്ലിം ലീഗിൽ നിന്നൊക്കെ അവരെ പുറത്താക്കി കഴിഞ്ഞിട്ട് അവന്മാരൊക്കെ പിന്നീട് PDP-യിലോട്ട് പോയി, പിന്നെ അത് കഴിഞ്ഞിട്ട് SDPയിൽ പോയി. അത്തരം ആൾക്കാരുടെ പിന്മുറക്കാരാണ് കറുത്ത തുണി കൊടുത്തതിൻ്റെ പേരിൽ ഒരു മനുഷ്യനെ, അവൻ കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് പോലും അവൻ ഹിന്ദു ആണെന്നും പറഞ്ഞ് അടിച്ചവർ ആ കറുത്ത മുണ്ടെടുത്ത് പോകുന്നത് ശബരിമലയ്ക്കാണ്. ആ ശബരിമല അയ്യപ്പനെ സംരക്ഷിക്കാൻ ഈ സമരത്തിൽ പങ്കെടുത്തു എന്ന് പറയുമ്പം കേരളത്തിൽ വലിയ വിപ്ലവം നടന്നിരിക്കുന്നു, കേരളത്തിൽ വലിയ മാറ്റം ഉണ്ടായിരിക്കുന്നു എന്നുള്ള ഒരു മഹാസന്ദേശം, മതേതരത്വത്തിൻ്റെ മഹാസന്ദേശം നൽകാൻ കഴിയുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ഒരു കാര്യം കൂടെ ഞാൻ ചോദിച്ചോട്ടെ. കാരണം അടൂർ പ്രകാശ് UDF കൺവീനർ ആയതിനു ശേഷം നടക്കുന്ന ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട സമരമാണ് ഇത് UDF-ൻ്റെതായിട്ട്. അപ്പൊ ഈ സമരത്തിന് കൃത്യമായ ഒരു മുദ്രാവാക്യങ്ങൾ എഴുതി നൽകാനോ അത് കൃത്യമായൊരു ഓർഡറിൽ നടത്താനായിട്ടോ UDF-ന് സാധിച്ചിട്ടില്ല എന്ന് വേണം നമ്മൾ പറയാനായിട്ട്. കാരണം എന്തൊരു കോമാളിത്തരമാണെന്നേ. ഒരു UDF സംഘടിപ്പിച്ചിട്ടുള്ള ഒരു വിശ്വാസ സംരക്ഷണ യാത്രയുടെ ഫ്രണ്ട് റോ ഇതേപോലെ കോമാളിക്കളമാക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇതിനു മുമ്പ് കോൺഗ്രസ് സംഘടിപ്പിച്ചിട്ടുള്ള എത്രയെത്ര പരിപാടികൾ കേരളത്തിലുണ്ട്, മുസ്ലിം ലീഗ് സംഘടിപ്പിച്ചിട്ടുള്ള എത്രയെത്ര പരിപാടികളുണ്ട്, എത്ര അച്ചടക്കത്തോട് കൃത്യതയോട് കൂടിയിട്ടാണ് ഈ പരിപാടികളൊക്കെ നടന്നിട്ടുള്ളത്. ഇത് ഫ്രണ്ട് ലൈനിൽ കയറി ഇടിച്ചു നിൽക്കാൻ വേണ്ടി ഫോട്ടോഗ്രാഫർമാരുടെ മുമ്പിൽ കയറി ഇടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന കോപ്രായങ്ങൾ പറഞ്ഞതിനകത്ത് എനിക്ക് എതിരെ അഭിപ്രായമുണ്ട്. അതിനകത്ത് അത് പിന്നെ ഒപ്പോസ് ചെയ്തേ പറ്റുള്ളൂ. കോൺഗ്രസ് സമീപകാലത്ത് സംഘടിപ്പിച്ച ഏത് പരിപാടിയിലാണ് അച്ചടക്കം കണ്ടെത്തിയിട്ടുള്ളത്? അന്ന് കുറച്ച് കാലങ്ങൾക്കിടയിൽ അങ്ങനെയില്ല.
DCC ഓഫീസ് ഉദ്ഘാടനം ചെയ്യാൻ പോയപ്പോൾ കാണിച്ച കോപ്രായം നമ്മളെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. മുസ്ലിം ലീഗിന് ഒരു കേഡർ സ്വഭാവമുണ്ട്. കെ സുധാകരൻ്റെ ഒരു യാത്ര ഉണ്ടായിരുന്നു. അത് കുറച്ച് കുഴപ്പമില്ല, അതൊക്കെ കുറെ കാലമായിരുന്നു. ഞാൻ പറഞ്ഞ കഴിഞ്ഞ ഒരു വർഷത്തിനിടയില്ല 1.5 വർഷത്തിനിടയിൽ എന്തെങ്കിലും ഒന്ന് കാണിച്ചു ഒരാള് ചാനലിന് വൈറ്റ് കൊടുക്കുകയാണെങ്കിൽ തന്നെ അപ്പൊ തന്നെ എല്ലാം കൂടെ ഒന്ന് പുറകെ നിൽക്കും. അമ്മാതിരി പാർട്ടിയാണ്, സ്റ്റേജ് പൊളിഞ്ഞു പോകുന്ന പാർട്ടി, അതാണ് കോൺഗ്രസ്. മുസ്ലിം ലീഗിനൊരു കേഡർ സ്വഭാവമുണ്ട്. മുസ്ലിം ലീഗിന് കേഡർ സ്വഭാവമുണ്ട്, BJPക്ക് ഇതുണ്ട്, CPM-നും CPI-ക്കും ഒക്കെ അതിൻ്റെതായ ഒരു സ്വഭാവമുണ്ട്. കോൺഗ്രസിന് അതുപോലും ഇല്ല. ഫോർവേഡ് ബ്ലോക്കിനും RSPക്കും ഒക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം കേഡർ സ്വഭാവം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അവർക്ക് എന്തായാലും വേദിയിലിരുന്നാലും സദസ്സിലിരുന്നാലും ആകെ ഇത്ര ആളെ വരാനുള്ളൂ. അതിനപ്പുറത്തേക്കൊന്നും അവർക്ക് പോകാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ ഇടിച്ചു കയറാണെങ്കിലും 4 പേര് വരണേന്ന് എഴുതി പ്രാർത്ഥിക്കുന്ന ആളാണ് ദേവരാജനെ പോലുള്ള ഗതികെട്ടവന്മാർ. അപ്പം അത് പോട്ടെ. ഇവിടെയുള്ള വിഷയം എന്താ വെച്ചാൽ, ഞാൻ പറഞ്ഞത് നിയമസഭാ സീറ്റിൻ്റെ വിഭജന ചർച്ചകളിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ ശക്തിയാണ് എന്ന് തെളിയിക്കാൻ, ഞങ്ങളിവിടെയൊക്കെ ജീവിച്ചിരിപ്പുണ്ട് എന്നൊക്കെ തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജോസഫ് ഗ്രൂപ്പും ഈ പറയുന്ന ടീമുകളും എല്ലാം കൂടെ കിടന്നിട്ട് അഭ്യാസം കാണിക്കുന്നതിനപ്പുറത്ത് ഇവിടെ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഗതികൾ ആലോചിച്ച് നോക്ക്. ഒരു കസേരയേ ഉള്ളൂ. ഒരു പെണ്ണിനെ കെട്ടിക്കാൻ 3 പേര് മാലയിടാൻ, താലിമാലയിടാൻ ചുറ്റും നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അതിൽ 2 പേര് അതിന് യോഗ്യനാന്ന് പറയാം നിലവിലെ കേരളീയ സാഹചര്യത്തിനകത്ത്. മുഖ്യമന്ത്രി കസേര ഭരണം ഇവർക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ള പോലും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ അങ്ങനെ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, 2008 ഡീലിമിറ്റേഷന് ശേഷം 2011 തൊട്ടുള്ള ചരിത്രം ഇങ്ങോട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ 60 സീറ്റ് LDF-ന് ഫിക്സഡാണ്. അങ്ങനെ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ UDF-ന് ഭരണം കിട്ടണമെന്നുണ്ടെങ്കിൽ അത്ര വലിയ ഭരണവിരുദ്ധ തരംഗം ഉണ്ടാവുകയും അതിനെ ഇവർക്ക് ഏകോപിപ്പിച്ച് ഉള്ളിൽ പരസ്പരമായ സംഘർഷങ്ങളില്ലാതെ പോവുകയും വേണം. അതിനകത്ത് കോൺഗ്രസ് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുക. ലീഗിനകത്ത് ഭിന്നാഭിപ്രായങ്ങൾ വരുന്നില്ല. പക്ഷേ ഇതിനകത്ത് ഭിന്നാഭിപ്രായമുള്ള കോൺഗ്രസിനകത്ത് 10 നേതാക്കന്മാരുണ്ടെങ്കിൽ 3 പേര് തെക്കോട്ട്, 2 പേര് വടക്കോട്ട്, പിന്നെ ബാക്കിയുള്ള ഒരു 3 പേര് പിന്നെ പടിഞ്ഞാറോട്ട്, ഇങ്ങനെയൊന്നും പറഞ്ഞ് നടക്കുന്ന സ്ഥിതിയല്ലേ. ഒരാൾ പറയുന്നതല്ല മറ്റേ ആൾ പറയുന്നത്, അതിന് നേരെ ഘടകവിരുദ്ധമായിട്ടാണ് പറയുന്നത്. അതിനകത്ത് ആരൊക്കെയപ്പോൾ എതിർസ്വരം ഉയർത്തിയിട്ടുള്ള കെ സുധാകരൻ ഉയർത്തി, രമേശ് ചെന്നിത്തല ഉയർത്തുന്നു, VD സതീശൻ റൂളായിട്ട് സംസാരിക്കുന്ന സ്ഥിതി വരുന്നു മാധ്യമങ്ങളോട്, ചാണ്ടി ഉമ്മനെപ്പോലുള്ള ചെറുപ്പക്കാരുടെ പ്രതികരണങ്ങൾ വരുന്നു, രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം വരുന്നു. ഇപ്പോൾ രമേശ് ചെന്നിത്തല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കാലത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷനായിരുന്ന ആളാ, രാജീവ് ഗാന്ധിയുടെ അടുപ്പക്കാരനാ. രാജീവ് ഗാന്ധിയുടെ മോൻ ഇച്ചിരി ബുദ്ധിക്കുറവുള്ളതുകൊണ്ട് പുള്ളി മാറി പിന്നെ KC വേണുഗോപാൽ വന്നേ ഉള്ളൂ, അടുപ്പക്കാരനാ. സതീശൻ തുടർച്ചയായിട്ട് 5 തവണ പറവൂരിന്ന് മത്സരിച്ച് വിജയിച്ചിട്ടുള്ളതാ. അതേസമയം KC വേണുഗോപാലിൻ്റെ സ്ഥിതി എന്താ? KC വേണുഗോപാൽ 2019 ആലപ്പുഴയിൽ തോക്കും എന്നുള്ളത് പുള്ളിക്ക് പിന്നെ അറിവ് കിട്ടി. ഈ അനുകൂലമൊക്കെ വന്നിട്ട് പ്രശാന്ത് കിഷോറൊക്കെ കൂടെ പറഞ്ഞിട്ട് പറഞ്ഞു തോക്കും നിന്നാ മോശമാണ്. അപ്പോൾ മത്സരിച്ചില്ല. ഞാൻ വലിയ ആദർശവാദി, ഞാൻ മത്സരിക്കുന്നില്ല. ഞാൻ AICC ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ തെരഞ്ഞെടുപ്പിനെ ഏകോപിപ്പിക്കാനുള്ള ചുമതല രാജ്യത്താകമാനം എനിക്കാണ്, അതുകൊണ്ട് ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു. 2024 പുള്ളി തന്നെയല്ലേ ജനറൽ സെക്രട്ടറി ആയിരുന്നേ. അപ്പോൾ രാജ്യത്താകെ ഏകോപിപ്പിക്കണ്ടേ? ആ സമയത്ത് വന്നിട്ട് ഇവിടെ ഓളത്തിൽ മത്സരിക്കും എന്നുള്ള റിപ്പോർട്ട് കിട്ടിയപ്പോൾ വന്നിട്ട് മത്സരിച്ചു. ഞാൻ പറഞ്ഞു, മറ്റവർക്ക് രണ്ടുപേർക്കും ക്ലെയിം ചെയ്യാനുള്ള അവകാശമുണ്ട്, റൈറ്റ് ഉണ്ട്. ഇത് ഒരു റൈറ്റും ഇല്ലാത്ത ഒരാളാണ് ഇതിനകത്തൊക്കെ കിടന്നിട്ട് പണികളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ എന്തായിരുന്നാലും ഞാൻ പറഞ്ഞത്, ഇവർ പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ KPAC-ക്ക് പകരം ഈ KPCC നാടക സമിതിയിലെ ഈ കലാപരിപാടികളും ഈ കോമാളിത്തര പരിപാടികളും പോകുമ്പം ഇപ്പോൾ ഉത്സവ സീസണുകളൊന്നുമല്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് പ്രോഗ്രാമുകൾ വളരെ കുറഞ്ഞു നിൽക്കുന്ന നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ കോമഡി കലാകാരന്മാരുടെ കഞ്ഞിയിൽ പാറ്റിയിടുകയാണ്, അവരെ വയറ്റത്തടിക്കുന്ന, അവരെ പട്ടിണിയിലാക്കുന്ന ഒരു പരിപാടിയാണ് ഇവർ ഇത്തരം പരിപാടികളിലൂടെ ചെയ്യുന്നതെന്നാണ്. ഇതിനകത്ത് ഒരു കാര്യം കൂടെ രാജൻഭായി പറയാതിരിക്കാൻ വയ്യ രാജൻഭായി. കാരണം എന്താ അറിയോ, ഇതിനകത്ത് സംസ്ഥാന സമ്മേളനം നടത്തിയിരിക്കുന്ന എത്ര ഘടകകക്ഷികൾ UDF-നകത്തുണ്ട് എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. കോൺഗ്രസും മുസ്ലിം ലീഗും മാറി നിൽക്കട്ടെ, നമുക്ക് അത് നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ CMB സംസ്ഥാന സമ്മേളനം കൃത്യമായിട്ട് നടത്തിയിട്ടുണ്ട്. കേരള കോൺഗ്രസ് ജേക്കബ് കൃത്യമായിട്ട് നടത്തിയിട്ടുണ്ട്. JSS സംസ്ഥാന സമ്മേളനം കൃത്യമായിട്ട് നടത്തിയിട്ടുണ്ട്. ബാക്കി ഒരാൾ നടത്തിയിട്ടില്ല. അല്ല, സംസ്ഥാന സമ്മേളനം നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിബി പിന്നെ സംഭവം അങ്ങനെയുള്ളവരാണ് ഈ കൊടിയായിട്ട് വന്ന് അതിന്റെ ഫ്രണ്ടിൽ ഈ ഡപ്പാങ്കുത്ത് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, സംസ്ഥാന സമ്മേളനം നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊക്കെയുള്ള പ്രയാസമുണ്ട്. അതുകൊണ്ടാണ് അവർ ആ സങ്കടമാണ് കുറച്ച് പേര് പങ്കെടുത്ത ഈ പരിപാടിക്കകത്ത് അവരെ കൊടി വീശിട്ട് തീർത്തത്. സംസ്ഥാന സമ്മേളനം നടത്തണം എന്നുണ്ടെങ്കിൽ പുല്ലി എത്താൻ ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനിപ്പോൾ താമസിക്കുന്നിടത്ത് അപ്പുറത്തെ കോമ്പൗണ്ടിൽ പുല്ലി എത്താൻ വേണ്ടി ഒരാൾ വന്നിട്ട് ആകെ 3 മണിക്കൂർ നേരത്തേക്കാണ് അവർ ബൈക്കിലാണ് വരുന്നത്. വന്നിട്ട് അത്ര ഏരിയയ്ക്ക് അവർ കരാറെടുക്കുക, 1200 രൂപ പറഞ്ഞത്. അപ്പോൾ ഒരു ദിവസം ഫുൾ ഡേ ഒരു സംസ്ഥാന സമ്മേളനത്തിൽ പോയിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ, ഒരു ബംഗാളിയെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ 1500 രൂപ കൊടുക്കണം. 1500 രൂപ കൊടുക്കണം. പണ്ടൊക്കെ നാട്ടിൽ വെറുതെ നിൽക്കുന്ന ആരെങ്കിലുമൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ വാടാ ഒരു പൈന് വാങ്ങി കൊടുത്താൽ മതിയായിരുന്നു. ഇപ്പം അതിനൊന്നും നാളെ കിട്ടത്തില്ല, പൈസ പറഞ്ഞിട്ട് തന്നെ പോകുള്ളൂ. 1500 രൂപ കൊടുക്കണം. 10 പേരെ പങ്കെടുപ്പിക്കണമെങ്കിൽ 15,000 ആയി. 100 പേരെ പങ്കെടുപ്പിക്കണം എന്നുണ്ടെങ്കിൽ 1.5 ലക്ഷമായി. പിന്നെ 1000 പേര് പങ്കെടുക്കണമെങ്കിൽ പിന്നെ പൈസ എത്ര പോയി? ഈ മുദ്രാവാക്യം വിളിക്കാൻ പഠിപ്പിക്കേണ്ടത് ഏത് പാർട്ടിയാണ്? ഇവന്മാർ ഇവിടെ നിന്ന്
NCK സിന്ദാബാദ് എന്ന് പറയുമ്പോൾ ACK സിന്ദാബാദ് എന്ന് മറ്റവനായിട്ട് വിളിച്ചാലോ ഇവനെന്താ NCK എന്നറിയത്തില്ല. അപ്പോൾ ഇതൊക്കെയുള്ള വലിയ പ്രശ്നമാണ്. അപ്പോൾ ആ ഒരു ഫോർവേഡ് ബ്ലോക്ക് അതും ചിലപ്പോൾ കേട്ടിട്ടേ ഇല്ല. അവരപ്പോൾ ചിലപ്പോൾ പറയുമ്പോൾ വേറെ എന്തെങ്കിലും ബ്ലോക്കൊക്കെ ആയിട്ട് അങ്ങ് മാറും. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രയാസങ്ങളുണ്ട്, ഇത്തരം ആളുകൾക്കൊക്കെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളുണ്ട്. ആ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ എന്തായിരുന്നാലും ഒരുപാട് കാലത്തിന് ശേഷം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു സമരം കണ്ട് മലയാളികൾക്ക് ഇത്ര കണ്ട് സകല സങ്കടങ്ങളും മറന്ന് ഞാൻ പറയുന്ന ICU കിടക്കുന്ന രോഗികളൊക്കെ ഇത് കാണിച്ചു കൊടുത്താൽ മതിയായിരുന്നു. ഈ പരിപാടി ഒന്നുകിൽ ഭേദപ്പെടും അല്ലെങ്കിൽ അപ്പം തന്നെ തീരുമാനമാവും. രണ്ടിലൊന്നുണ്ടാവും. കാരണം ചിരിച്ചങ്ങ് ചത്തു പോകുന്നുണ്ട്. എന്തായിരുന്നാലും ഇങ്ങനെ പരിപാടി സംഘടിപ്പിച്ച UDF-ന് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നന്ദി പറയുകയാണ് വേണ്ടത്. കേരള പൊതുസമൂഹത്തിന് വേണ്ടിയിട്ട് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തും. ഞങ്ങളുടെ ചാനലിന് വേണ്ടിയിട്ട് അതിലേറെ പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ്. തുടർന്നും ഇത്തരം നല്ല മനോഹരമായ കലാപരിപാടികൾ സംഘടിപ്പിക്കാൻ നമ്മുടെ KPVC-ക്കും കേരള പ്രദേശ് വേണുഗോപാൽ കമ്മിറ്റി പഴയ നമ്മളെ KPFC-യുടെ പകരമായിട്ടുള്ള KPVC നാടക സമിതിക്കും UDF-നും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും.